ത്രിയേക ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. വളരെ പ്രസക്തവും പ്രസിദ്ധവുമായ ഒരു വേദഭാഗമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. വിശുദ്ധ മത്തായി രേഖപ്പെടുത്തുന്ന പ്രകാരം ശിഷ്യന്മാര് ക്രിസ്തുവിൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കുകയാണ്, സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരായിരിക്കുമെന്ന്. ഈ ചോദ്യത്തിൽ അടിസ്ഥാനമായി അല്ലെങ്കിൽ അന്തർലീനമായി മറ്റൊരു ഘടകം കൂടിയുണ്ട്. അവർ സ്വയമേ നിശ്ചയിച്ചു കഴിഞ്ഞു അവർ സ്വർഗത്തിൽ പോകും, അല്ലെങ്കിൽ അവർ സ്വർഗരാജ്യത്തിൽ പങ്കാളികളാണ്. കാരണം അവർ കർത്താവിൻ്റെ സ്വന്തം ശിഷ്യന്മാരാണ്. അവൻ്റെ കൂടെ നിരന്തരമായി സഞ്ചരിക്കുകയും അവന് ശിഷ്യപ്പെടുകയും ചെയ്യുമ്പോൾ സ്വർഗരാജ്യത്തിലെ അവകാശം സംബന്ധിച്ച് അവർക്ക് തർക്കമില്ല. എന്നാൽ അവരുടെ മനസ്സിലുള്ള തർക്കം, ഇവരിൽ നമ്മളൊക്കെ സ്വർഗരാജ്യത്തിൽ ചെല്ലും, എല്ലാവരും സ്വർഗരാജ്യത്തിൽ ഇരിക്കുമ്പോൾ അവിടെ ഞാനും അവരിൽ ഒരുത്തനെ പോലെ ആയിരുന്നാൽ ഒരു സുഖമില്ലല്ലോ. അപ്പം അവർക്ക് തന്നെ തോന്നുകയാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ വലിയവൻ ആരായിരിക്കും. അവിടെയാണ് കുമള പോലെ പൊന്തി വന്ന അവരുടെ അഹങ്കാരത്തെ കർത്താവ് കുത്തിപ്പൊട്ടിച്ചുകൊണ്ട് ഒരു പൈതലിനെ വിളിച്ച് നടുവിൽ നിർത്തിക്കൊണ്ട് പറയുന്നു, നിങ്ങൾ മനസാന്തരപ്പെട്ട് അല്ലെങ്കിൽ മനസ്സ് തിരിഞ്ഞ് പൈതങ്ങളെ പോലെ ആയിത്തീരുന്നെങ്കിൽ സ്വർഗരാജ്യത്തിൽ നിങ്ങൾ അവിടെ വലിയവനും ചെറിയവനല്ല, നിങ്ങൾ ആ വഴിക്ക് എത്തുക പോലുമില്ല. അപ്പം നിങ്ങൾ സ്വർഗരാജ്യത്തിന് അവകാശികളാണ് എന്നുള്ള ഉറപ്പിൽ നിൽക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിനും ജീവിതത്തിനും ഈ തിരിച്ചറിവും വിവേകവും ഉദിക്കുന്നില്ല എങ്കിൽ നിങ്ങളവിടെ വലിയവനും ചെറിയവനും ആകുക എന്നുള്ളതിനെക്കുറിച്ചുള്ള തർക്കത്തിന് ആവശ്യമില്ല. കാരണം നിങ്ങളവിടെ എത്തിപ്പെടുകയില്ല. ഇത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാണ് അല്ലെങ്കിൽ പ്രസക്തമാണ് എന്ന് നമ്മൾ ഒരിക്കലും വിസ്മരിക്കരുത്. കാരണം നമുക്കെപ്പോഴും മറ്റുള്ളവർ സ്ഥാനമോഹങ്ങളെക്കുറിച്ച്, അവരുടെ സ്ഥാനമഹിമയെക്കുറിച്ച്, വലുപ്പച്ചെറുപ്പത്തെക്കുറിച്ച് തർക്കിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ പറയുവാനും അപലപിക്കുവാനും എളുപ്പമാകുമ്പോഴും നമ്മെ തന്നെ തിരിഞ്ഞു നോക്കി നമ്മളിൽ ഇങ്ങനെയുള്ള കുറവുകൾ ഉള്ളത് തിരിച്ചറിയുവാൻ നമുക്ക് പലപ്പോഴും സാധിക്കാറില്ല. കാരണം കുറ്റങ്ങളെല്ലാം എപ്പോഴും മറ്റുള്ളവർക്ക് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ എന്ന വ്യക്തി യാതൊരു വിധത്തിലും കുറ്റത്തിന് അല്ലെങ്കിൽ കുറ്റം ചെയ്യാത്തതോ കുറവുകളില്ലാത്തവനോ ആണ് എന്നുള്ളൊരു തോന്നൽ, അതിനോട് കൂടി നമ്മുടെ അഹങ്കാരം ഈ വാക്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിയൊക്കെ അല്ലെങ്കിൽ നിങ്ങളിൽ സ്വയം താഴ്ത്തുന്നവനെക്കുറിച്ചുമൊക്കെ കർത്താവിൻ്റെ വചനം കേട്ട് നമ്മുടെ മറ്റൊരു രീതിയിൽ നമുക്കൊരു അഹങ്കാരമുണ്ട്. ഞാൻ ബലഹീനനാണ്, ഞാൻ കുറ്റക്കാരനാണ്. അതിലൂടെ തന്നെ നമ്മളൊരു അഹങ്കാരത്തിൻ്റെ വർത്താനം. ഞാൻ ചിലപ്പം എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന വൈദികരെ കളിയാക്കാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇനി അടുത്ത പ്രാവശ്യം അവസാനത്തെ ആശീർവാദം പറയുന്ന ചില വൈദികർ ബലഹീനനും പാപിയുമാണ് ആയ ഞാനെന്ന് പറയുന്നിടത്ത് പറയും ബലഹീനനും മഹാപാപിയുമാണെന്ന്. അപ്പം ഞാൻ തമാശ അവരോടെ കളിയാക്കി ചോദിക്കും, അവിടെ ആണെങ്കിൽ പോലും വെറും പാപിയായിട്ടിരുന്നാൽ ബുദ്ധിമുട്ടാണ്, മഹാപാപിയായിട്ട് തന്നെ ഇരിക്കണമില്ല. കാരണം അവിടെ പോലും ഞാൻ പറഞ്ഞു വരുന്നത്, എവിടെയാണെങ്കിലും അടിസ്ഥാനപരമായി നമുക്ക് മറ്റുള്ളവരെ പോലെ ആയാൽ പറ്റില്ല. നമുക്ക് എന്തെങ്കിലും കുറച്ച് കൂടുതൽ വേണം. അപ്പം ഇവിടെയാണ് കർത്താവ് പറയുന്നത്, ശിശുക്കളെ പോലെ ആയി തീരുക എന്ന് പറയുന്ന ശിശുക്കളുടെ കൂട്ട് അറിവില്ലായ്മയല്ല, ശിശുക്കളുടെ കൂട്ട് ശാരീരിക ബലമില്ലായ്മയല്ല. എന്നാൽ ശിശുക്കളുടെ മനസ്സിൽ പൊതുവെ ഉണ്ടാകുന്ന ഒരു വൈകാരിക തലമെന്ന് പറയുന്നത് ഈ ഏറ്റക്കുറച്ചുകളോ
വലിപ്പച്ചെറുക്കങ്ങളോ ഒന്നും തന്നെ അവർക്ക് പ്രശ്നമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്രമായി സ്നേഹിക്കാനും സന്തോഷിക്കാനും മറ്റുള്ളവരോട് സന്തോഷപൂർവ്വം സംസർഗം ചെയ്യുവാനും അവരുടെ മനസ്സിലിരിക്കുന്നത് തുറന്ന് സംവദിക്കുവാനും അവർക്കുള്ള ഒരു കഴിവ്. കാരണം നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസവും ലോകപരിചയവും കൂടുമ്പോൾ നമ്മൾ പലപ്പോഴും പല രീതിയിൽ ചിന്തിക്കും. ഞാൻ ഇത്രയൊക്കെ പഠിത്തമുള്ള ആളല്ലേ, മറ്റുള്ളവരെന്നെ കണ്ടാവുന്ന ബഹുമാനിക്കണ്ടേ, അല്ലെങ്കിൽ എനിക്ക് പണമില്ലേ, ഞാൻ മെത്രാച്ചനല്ലേ, ഞാൻ വൈദികനല്ലേ, എന്തൊക്കെ കാരണത്താൽ മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടണം എന്നുള്ളതിൽ കൂടിയാണ് പലപ്പോഴും നമ്മൾ നമ്മെ തന്നെ അളക്കുന്നത്. കാരണം നമുക്ക് സ്വയം ഒരു മൂല്യം ഇല്ലായ്മ തോന്നുന്നു. കാരണം മറ്റുള്ളവർ നമുക്ക് മൂല്യം തരുന്നില്ല എങ്കിൽ നമ്മൾ സ്വയം നിശ്ചയിക്കുകയാണ് അവനെന്തോ കുഴപ്പമുണ്ട്, കാരണം എനിക്കിതിലൊക്കെ മൂല്യങ്ങളുണ്ട്. എന്നാൽ മൂല്യമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിത ശൈലി കൊണ്ട്, നമ്മുടെ മാനസിക അവസ്ഥ കൊണ്ട്, പെരുമാറ്റം കൊണ്ട് നമ്മളിൽ ഉണ്ടായി കഴിയുമ്പോൾ അത് മറ്റുള്ളവർ തിരിച്ചറിഞ്ഞുകൊള്ളും. ബോർഡ് എഴുതി കഴുത്തിൽ കെട്ടി തൂക്കിയിടേണ്ട കാര്യമില്ല. ഞാൻ ഇത്രയേറെ ഡിഗ്രി ഉണ്ട്, എൻ്റെ സ്ഥാനനാമങ്ങൾ സ്ഥാനമഹിമകൾ ഒരു പാരഗ്രാഫ് നിറച്ചെഴുതിയാൽ തീരില്ല. കേരളത്തിൽ വരുമ്പോൾ പലപ്പോഴും സ്വാഗത പ്രസംഗകരുടെ സ്വാഗതം കേട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചരമപ്രസംഗങ്ങളിലൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഈ വ്യക്തി ശരിക്കും ഇത് തന്നെയാണോ എന്ന് തോന്നിപ്പോകുന്നു. എന്നാൽ അതിലുപരിയായിട്ട് നമ്മളെ ഓരോരുത്തരെ കുറിച്ചും മറ്റുള്ളവർക്ക് ഉത്തമ ബോധ്യമുണ്ട്. കാരണം നിരന്തരമായി നമ്മളോട് സംസർഗം ചെയ്യുന്നവർ നമ്മുടെ മൂല്യത്തെക്കുറിച്ച്, നമ്മുടെ മാനസിക വ്യാപാരങ്ങളെക്കുറിച്ച്, നമ്മുടെ പെരുമാറ്റങ്ങളെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തിനാണ് മൂല്യം കൊടുക്കുന്നതിനെക്കുറിച്ചൊക്കെ അവർക്ക് തിരിച്ചറിവുണ്ട്. ആ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിലാണ് ഉണ്ടാകേണ്ടത്, അടിച്ചേൽപ്പിക്കുന്ന ഒരു തിരിച്ചറിവല്ല. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് ഇവിടെ പറയുന്നത്, നിങ്ങൾ തിരിഞ്ഞ് ഈ ശിശുക്കളെ പോലെയായി തീരുക എന്ന്. ദീർഘമായൊരു വേദവാക്യത്തിലെ മറ്റു പല കാര്യങ്ങളിലേക്ക് കർത്താവ് കടന്നു ചെല്ലുന്നുണ്ട്. സമയദൈർഘ്യം കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്തുന്നതിനെക്കുറിച്ച്, നമുക്ക് തന്നെ ഇടർച്ച വരുത്തുന്നതിനെ ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച്, ഇതൊക്കെ നമ്മൾ ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ്. കാരണം ഇടർച്ച വരുത്തുന്നതിനെ ഉപേക്ഷിക്കാൻ നമുക്ക് പലപ്പോഴും വൈമനസ്യമാണ്. കാരണം നമ്മൾ ആ ഇടർച്ചയിൽ ഒരുതരം സുഖം കണ്ടെത്തുന്നവരാണ്. ഇവിടെയാണ് കർത്താവ് വളരെ രൂക്ഷമായിട്ട് പറയുന്നത്, നിന്റെ കയ്യോ കാലോ കണ്ണോ ആണെങ്കിൽ പോലും അതിനെ മുറിച്ചു കളയോ ചൂഴ്ന്നു കളയോ ചെയ്യണം, എങ്കിൽ മാത്രമേ നിനക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ പോലും സാധിക്കുകയില്ല. അപ്പം ഈ ഇടർച്ച വരുത്തുന്നതിനെ ഉപേക്ഷിക്കാൻ സാധിക്കുക, മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്താതിരിക്കാൻ സൂക്ഷിക്കുക, ഇതൊക്കെ തന്നെ ക്രിസ്തു ശിഷ്യരായ നമുക്ക് ഓരോരുത്തർക്കും നിർബന്ധമായി തന്നെ കർത്താവ് കൽപ്പിച്ച് തന്നിട്ടുള്ള നിർദ്ദേശങ്ങളാണ്. അപ്രകാരം ഒരു ജീവിതത്തിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.